പിന്നീട് അവിടുന്ന് അങ്ങോട്ടുള്ള എല്ലാ സന്തോഷഘട്ടത്തിലും പ്രയാസമുള്ള ഘട്ടത്തിലും ഖിയാമത്ത് നാൾ സംഭവിക്കുന്നതിന്റെ മുമ്പ് ജനിക്കുന്ന ഓരോരുത്തരെയും മുസ്ലിം ആലോചിച്ചിട്ടുണ്ട്. അവർക്ക് വേണ്ടി അവിടുന്ന് പ്രാർത്ഥന നടത്തിയിട്ടുണ്ട്, ഉപദേശം കൊടുത്തിട്ടുണ്ട്. അത് പറയാൻ പറ്റുന്ന സമയമല്ല, ഞാൻ ആ വിഷയം മാത്രം ഓർമ്മപ്പെടുത്തുകയാണ്. അതിൽപ്പെട്ട ഒന്നാണല്ലോ മുത്തുനബിതങ്ങൾക്ക് പിന്നീട് നടന്നത് മിഅ്റാജ്. സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സല്ലദി ബാറക്നാ ഹൗല. പല അമ്പിയാക്കളും ഒഴിച്ചു ആ സ്ഥാനം കിട്ടാൻ വേണ്ടി. മൂസാ നബി അലൈഹിസ്സലാം ചോദിച്ചു, പടച്ചോനെ, ഞാൻ നിന്റെ സംസാരം കേൾക്കുന്നുണ്ട്, കാണാൻ കഴിഞ്ഞിട്ടില്ലല്ലോ, ഒരു തവണ കാട്ടിത്തരുമോ? നിന്നെ പർവ്വതത്തിന്റെ ഭാഗത്തേക്ക് നോക്കാൻ പറഞ്ഞത് അവിടെ ഉറച്ചിക്കാട് നിൽക്കുന്ന കാണാം. അടിച്ചില്ല മൂസാ നബി അലൈഹിസ്സലാം. മുത്തുനബി തങ്ങൾ ഒരിക്കൽ പോലും ചോദിച്ചിട്ടില്ല, പടച്ചോനെ എനിക്ക് കാട്ടിത്തരുമെന്നുള്ളത്. ഖദീജ ഉമ്മയും അബൂ ത്വാലിബിന്റെ വിയോഗത്തിന്റെ ആമുൽ ഉസ്ർ ദുഃഖവർഷം അവിടുത്തെ മനസ്സ് അല്പമൊന്ന് വിഷമിച്ചപ്പോ ആ വിഷമം തീർക്കാൻ വേണ്ടി പടച്ച റബ്ബ് പ്രത്യേകമായി ഒരുക്കിയ ഒരു ടൂറായിരുന്നു ഇസ്രാ മിഅ്റാജ്. ഒരുപാട് അത്ഭുതങ്ങൾ ഇങ്ങനെ കാണിച്ചു കൊടുത്തു. അല്ലാഹുവിന്റെ സന്തോഷങ്ങൾ കൈമാറി, എല്ലാ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആനന്ദം കൈമാറി. 50 വക്ത് നിസ്കാരവുമായിട്ട് തിരിച്ചു വന്നു. മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഇടപെടൽ കാരണം ചുരുക്കിയിട്ട് 5 ആക്കി വെച്ചു. മരണപ്പെട്ടു പോയ അമ്പിയാക്കൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. അവരോട് പറഞ്ഞിട്ടു കാര്യമില്ല, തേടിയിട്ടു കാര്യമില്ല. അവരുടെ ഇടപെടൽ നടക്കില്ല എന്ന് വാദമുണ്ടെങ്കിൽ അവർ കാണിക്കേണ്ട മാതൃക വഫാത്തായി പോയ മൂസാ നബി അലൈഹിസ്സലാം തിരിച്ചു വന്നുള്ള മുത്തുനബി തങ്ങളുടെ മടക്കയാത്രയിൽ സാദിഖൂല നബിയെ എന്ന് പറഞ്ഞിട്ട് വീണ്ടും പറഞ്ഞയച്ച് തവണകളായി 5 ചുരുക്കി 5 വക്തിൽ ഒതുക്കി തന്നത് മൂസാ നബി ഇസ്ലാമിന്റെ ഇടപെടൽ കാരണമാണ്. അത് പറ്റില്ല എന്നാണെങ്കിൽ, ഞങ്ങൾക്ക് ആ വഫാത്തായി പോയ നബിന്റെ സഹായമൊന്നും വേണ്ടെന്നാണെങ്കിൽ 50 വക്ത് നിസ്കരിച്ചിട്ട് മാതൃക കാട്ടുകയാണ് ഇത്തരം ആളുകൾ ചെയ്യേണ്ടത് എന്ന് സാന്ദർഭികമായി പറയാൻ ആഗ്രഹിക്കുകയാണ്. ആ അങ്ങേ തലയിലെത്തിയപ്പോ പടച്ചറപ്പുമായ തഹിയ്യാത്തുൽ മുബാറകാത്തു സ്വലവാത്തു തയ്യിബാത്തു ലില്ലാഹ് മുത്തുനബി തങ്ങൾ അങ്ങോട്ട് സമർപ്പിച്ച അല്ലാഹുവിന്റെ ഭാഗത്തിൽ നിന്ന് മുത്തുനബി തങ്ങൾക്ക് തിരിച്ചു കിട്ടിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സന്തോഷഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്, അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. പടച്ചറപ്പേ, ഞങ്ങൾക്ക് മാത്രം, എനിക്ക് മാത്രം പോലെ എന്റെ ഉമ്മത്തിന് കിട്ടണം, സ്വാലിഹീങ്ങളായ എന്റെ ഉമ്മത്തിന് കിട്ടണം. അതുകൊണ്ട് അല്ലാഹുവിൽ നിന്നുള്ള സലാം, ആ രക്ഷ എല്ലാവർക്കും വാങ്ങി തരികയാണ്. നമ്മളൊക്കെ ഉന്നതമായ സ്ഥാനത്തെത്തി എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ തുണ്ടം നമുക്ക് കിട്ടുമ്പോഴേക്ക് ഒപ്പം നമ്മുടെ ബെഞ്ചിലിരുന്നവരെ മറക്കുകയാണ്. നമുക്ക് ഓർമ്മയല്ല പോലെ സ്ഥാനങ്ങൾ കയറി പോകുമ്പോഴും പൊതുവെ മനുഷ്യന്റെ മനസ്സിൽ കിബർ കൂടി വരും. റസൂലുള്ളാഹി ആ സന്തോഷഘട്ടത്തിൽ ആലോചിച്ചു. അത് ഓരോ ഘട്ടവും അങ്ങനെ തന്നെയാണ്. അവസാനത്തെ ഒരു ഘട്ടമുണ്ട്, ഈ ലോകത്തിന്റെ വിട പറയാണ് ആരംഭത്തിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടുത്തെ വഫാത്ത് ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. പലതും പറയുന്നുണ്ട്, ചെയ്യുന്നുണ്ട്, അങ്ങോട്ടൊന്നും ഞാൻ കടക്കുന്നില്ല. അവസാനത്തെ ഒരു പോയിന്റ്, ഈ ഒരുമിച്ച് കൂടിയവരുടെ നെഞ്ചത്തൊന്നത് വെക്കാൻ വേണ്ടി ഞാൻ പറയാണ്. തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരെ അവിടുത്തെ ചുണ്ട് അനങ്ങുന്നുണ്ട്, പക്ഷെ പറയുന്നത് കേൾക്കുന്നില്ല. ആ സമയത്ത് ആനന്ദങ്ങളും ഒപ്പം ചാരത്തുള്ള ഒരു മഹദി അവിടുത്തെ ചെഞ്ചുണ്ടിലേക്ക് തന്റെ ചെവിയൊന്ന് താഴ്ത്തി വെച്ചു നോക്കി. എന്താണ് പറയുന്നത്? പോകാൻ സമയത്ത് നമ്മളിൽ പലരും പലതൊക്കെ പറഞ്ഞുകൂടായില്ല, പറയാൻ കഴിയുകയാണെങ്കിൽ. പക്ഷെ പറയുന്ന പലതും അങ്ങനെ നൽകലുള്ള ഒരേക്കറ മറ്റോന്, എന്റെ കൈമേലുള്ള റാഡോ വാച്ച് അപ്പുറത്തോന്, എന്റെ നിർത്തിയിട്ട നല്ല മുഖ്യ വാഹനം അപ്പുറത്തോന്. എടോ, അതിന് പറയണ്ട, നിന്റെ കാറ്റ്, നിന്റെ ശ്വാസം നിലക്കാൻ കാത്തിരിക്കാണ്. അതൊക്കെ നമ്മൾ ഊരി വെച്ചോളൂ. നമ്മളൊക്കെ ഞാൻ ഇല്ലാന്ന് ഉറപ്പായി കഴിഞ്ഞാൽ പിന്നെ കൊടുക്കുന്ന വസിയ്യത്ത് വേറെയാണ്, കുറ്റപ്പെടുത്തല്ലാതെ. പക്ഷെ ആരംഭ റസൂലുള്ളാഹി, ആയിഷമ്മ അടുത്തുണ്ട്, ഫാത്തിമ ബീവി അടുത്തുണ്ട്, എല്ലാവരും ഓരോ ഒന്നും കുറിച്ച് ഒറ്റ വാക്ക് പറയാതെ എല്ലാവരെയും ഉൾപ്പെടുത്തിയിട്ട് മുത്തുനബി തങ്ങളുടെ ചെഞ്ചുണ്ടിൽ അവിടുത്തെ ചുണ്ടുകളിൽ നിന്ന് പുറത്തേക്ക് വന്നൊരു ഉപദേശം, ഉമ്മത്തി, എന്റെ ഉമ്മത്ത്
എന്റെ സമൂഹമേ യാ ഉമ്മത്തി എന്ന് പറഞ്ഞിട്ട് പറയാം നിസ്കാരത്തിന്റെ കാര്യം ഞാൻ വസിയ്യത്ത് ചെയ്യാൻ പോകുന്നു. ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ ഓരോരുത്തർ ആലോചിക്കുക, കഴിഞ്ഞൊരൊറ്റ മാസത്തിന്റെ നിസ്കാരത്തിന് കളവായിട്ടുണ്ട്. ബാക്കിയുള്ളതൊക്കെ കിട്ടുന്നുണ്ട്. സുബഹിക്ക് എണീക്കാനുള്ള മടി എന്നെ പിടികൂടുന്നുണ്ടോ ആലോചിക്കുക. അങ്ങനെ ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ സുബഹി എന്നുള്ളത് അത് ഖളാ വിട്ടലാണോ നമ്മുടെ പതിവ്? ഈ സദസ്സിൽ ഒരു മാറ്റം വേണം. മുത്തനബിതങ്ങൾ കൊണ്ടുവന്ന മിഅ്റാജിന് കിട്ടിയ സമ്മാനമായ 5 വക്ത് നിസ്കാരം പോലും കൃത്യമായി വ്യക്തമായി നിർവഹിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ മഹബ്ബത്തിൽ എവിടെയോ പ്രശ്നം കിടക്കുന്നുണ്ടെന്നല്ലേ മനസ്സിലാക്കേണ്ടത്. ഈ ഇരിക്കുന്നവരൊക്കെ ഈ നാട്ടിലുള്ളവരാണ്, അന്യനാട്ടിൽ നിന്ന് വന്നവരല്ല. ഈ ഒരു സമയത്ത് ഇവിടെ വാക്കുകൊടുക്കുന്നുണ്ട്. സുബഹിയാണ് അതിന്റെ പേര്. ആ സുബഹിസ്കാരം കഴിഞ്ഞ് 25 മിനിറ്റ് കഴിഞ്ഞ് ഇവിടെ ജമാഅത്ത് എടുത്തതാണ് സുബഹിന്റെ ജമാഅത്ത്. ഞാൻ വന്നവരെ ആക്ഷേപിക്കല്ല, കുറ്റപ്പെടുത്തല്ല. നിങ്ങൾക്ക് സന്തോഷം നിറച്ചു തരട്ടെ. ഇന്ന് നിങ്ങൾ എണീക്കാൻ ഇങ്ങനെ കഴിഞ്ഞു. ഇന്ന് നിങ്ങളെ എണീപ്പിക്കാൻ നിങ്ങളെ മുന്നിലുള്ള പ്രേരണ എന്താണ്? ഇന്ന് തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ പ്രഭാതമാണ്. അതുകൊണ്ട് ഉറങ്ങിക്കിടക്കാൻ എന്റെ കണ്ണുകൾ അനുവദിക്കില്ല, എന്റെ മനസ്സിനാവില്ല. ഞാൻ ഇങ്ങോട്ട് വന്നു. ആ തിരുദൂതരല്ലേ നമ്മളോട് അവസാനത്തെ സമയത്ത് വസിയ്യത്ത് ചെയ്തത്? ഉസീകും ബിസ്സലാം. മച്ചാക്കെടുക്കുന്ന വാപ്പാന്റെ വസിയ്യത്ത് നിറവേറ്റാത്ത മകനാണെങ്കിൽ സമൂഹം എന്താ പറയാ? ഉമ്മാന്റെ വസിയ്യത്ത് നിറവേറ്റാത്തവരാണെങ്കിൽ അതെല്ലാവരും അങ്ങനെ ചെയ്തിട്ട് ഓന്റെ ഉമ്മാന്റെ വസിയ്യത്ത് ഓനുണ്ട്, അത് നിറവേറ്റാത്തവരാണെങ്കിൽ എന്തായിരിക്കും ഓനെ കൊണ്ട് സമൂഹം പറയാം? ഒന്നിനും കൊള്ളാത്തവനെന്നല്ലേ പറയാം.